നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉപ്പ് ഒരു കാലത്ത് പണമായി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സംഗതി സത്യമാണ്. അപ്പം ഞാനിടുന്ന ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക, വീഡിയോ പൂർണ്ണമായി കാണുക. ഫ്രിഡ്ജോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലത്ത് ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അന്ന് ഉപ്പ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഒന്നായിരുന്നു. പല പുരാതന സംസ്കാരങ്ങളിലും ഉപ്പ് കറൻസി പോലെ ഉപയോഗിച്ചിരുന്നു. അതായത് സാധനങ്ങൾ വാങ്ങാനും കൂലി കൊടുക്കാനുമൊക്കെ ഉപ്പ് കൈമാറിയിരുന്നു. ഏൻഷ്യൻ റോമിലുള്ള പട്ടാളക്കാർക്ക് ഉപ്പ് നേരിട്ടോ അല്ല എങ്കിൽ ഉപ്പ് വാങ്ങാനുള്ള പണമോ കൊടുത്തിരുന്നു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സാലറി എന്ന വാക്ക് പോലും ഉപ്പുമായി ബന്ധപ്പെട്ടുള്ള ലാറ്റിൻ വാക്കിൽ നിന്നുണ്ടായതാണ്. ഉപ്പിന്റെ പ്രാധാന്യം കാരണം അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ട്രേഡ് റൂട്ട് വരെ ഉണ്ടായിരുന്നു. ഇന്ന് ക്രൂഡ് ഓയിൽ പോലെ അന്ന് പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്നത് തന്നെ ഉപ്പിന്റെ ലഭ്യതയെ ആശ്രയിച്ചായിരുന്നു. കാലക്രമേണ ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെയാണ് ഉപ്പിന്റെ വില ഇടിഞ്ഞത്. അതുകൊണ്ട് അടുത്ത തവണ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, ഒരു കാലത്ത് മനുഷ്യർ ജീവനെ പോലെ കാത്തു സൂക്ഷിച്ച പണമായിരുന്നു അത് എന്ന്. അപ്പോൾ ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ.